നബിദിന റാലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഒരു 7:30 ആയപ്പോഴത്തേക്ക് റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ല മഴയായതുകൊണ്ട് ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പം ഞാൻ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഉപ്പുമാവ് കഴിക്കുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ സ്റ്റൈലാണ്. ഈ പെട്ടിക്കകത്തിരിക്കുന്നത് ഞങ്ങൾ മദ്രസ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ലഡുവാണ്. റാലി നമ്മുടെ ഇവിടുത്തെ റോഡിൽ എത്തുമ്പോഴത്തേക്കും ഇതും കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്തണം. അപ്പോൾ ഉമ്മായി ഞാനും കൂടെ അങ്ങോട്ട് പോവാണ്. എല്ലാവരും റാലി കാണാൻ റോഡിൽ നിരന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഓരോ ആൾക്കാർ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുമല്ലോ, അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു ാണ്. ഇവിടെ നിന്നപ്പോഴാണെങ്കിൽ മിഠായി, ലഡു, പായസം അങ്ങനെ മധുരമുള്ള കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ലഡു കഴിക്കാനായിരുന്നു കൊതി. അതുകൊണ്ട് വേറെ ഒരു മധുരമുള്ള സാധനം ഞാൻ കഴിക്കാതെ ഒരു ലഡു മൊത്തമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. കുറച്ച് കൊതിക്ക് മാത്രം അതിന് ചെറിയൊരു പൊട്ട് കഴിച്ച്. ഈ ലഡു ഞങ്ങളുടെ വക ഞങ്ങൾ തന്നെ കൊടുത്ത ലഡു ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് എൻ്റെ കെട്ടിയൊരു കിറ്റ് നിറച്ച സാധനമായിട്ട് വന്നത്. ഓരോരോ സ്ഥലത്തു നിന്ന് കിട്ടിയ സാധനങ്ങളാട്ടോ. പിന്നെ മഴ ആയതുകൊണ്ട് കൊടയും ആൾ കൈ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ക്ലബിൻ്റെ വക ഇവിടെയുള്ള ചെറുക്കന്മാരൊക്കെ കൊടുത്ത ഡാർക്ക് ഫാൻറ്റസിയാണ്. അതിൽ ആ ക്ലിപ്പും അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ കിറ്റ് നിറച്ചുള്ള സാധനങ്ങളൊക്കെ ഷിനാജ് കൊണ്ടുവന്നേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഷിനാജിൻ്റെ കൂട്ടുകാരൻ ഇതെന്തായാലും നിൻ്റെ ഷോർട്സിൽ ആഡ് ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തന്നത് കേട്ടോ, കവറും പിടിച്ചിരിക്കുന്ന വീഡിയോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കതേ സദ്യ എത്തിയിട്ടുണ്ട്. ഉമ്മ മുമ്പ് പണിക്ക് പോകുമായിരുന്നല്ലോ, അപ്പോൾ പണിക്ക് പോയിക്കൊണ്ടിരുന്ന അവിടുത്തെ മുതലാളിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെ കേട്ടോ. പാഴ്സലാക്കിയാണ് കൊണ്ടുതന്നത്. കാരണം എനിക്ക് അങ്ങോട്ട് പോയി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. സദ്യ കഴിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ നിന്ന് നെയ്ച്ചോറും ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിലെ ചോറ് ഇങ്ങനെ ചൂടോടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് കഴിച്ചിട്ടാണ് സദ്യ വന്നിട്ടുണ്ടായിരുന്നത്.